ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? എന്നത്തെയും പോലെ തന്നെ നമ്മുടെ പ്രാവും കുട്ടനെയും കണി കണ്ടുകൊണ്ടാവട്ടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. ഇന്ന് എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് പറമ്പ് മുഴുവൻ കാടാണ്. നമുക്കിന്ന് ഈ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താലോ എന്നാണ് എൻ്റെ ചിന്ത. എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മാട്ടിയും കൊണ്ട് ഇറങ്ങി. പിന്നെ ആ കാട് കിടക്കുന്ന കണ്ടപ്പോൾ ഒരു പേടി, എന്നെക്കൊണ്ട് പറ്റുമോ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ട് നിന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് മോട്ടിവേഷൻ തരാൻ അച്ഛനും മോളും ഉണ്ടായിരുന്നു കൂടെ. മോളെന്നോട് പറഞ്ഞാൽ അമ്മയെ കൊണ്ട് പറ്റും എന്നൊരു മോട്ടിവേഷനിലാണ് ഞാൻ ഈ നമ്മാട്ടിയും കൊണ്ട് ഇറങ്ങിയത്. പക്ഷേ കുറച്ച് നേരം ആ നമ്മാട്ടി ഒന്ന് ചെത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ മോട്ടിവേഷൻ തന്ന ആളെ എൻ്റെ കയ്യിൽ കിട്ടിയ എടുത്തിട്ട് അലക്കേനെ എന്ന രീതിയിലായിരുന്നു എൻ്റെ നിപ്പ് കേട്ടോ. എന്തായാലും നമുക്ക് ചെയ്തേലേ പറ്റൂ. ജോലിക്കാരെയൊന്നും സമയത്തിന് കിട്ടിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തേലേ പറ്റൂ. കാരണം കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഈ ഇഴജന്തുക്കളൊക്കെ വരരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ കാട് ചെത്താൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയത് കേട്ടോ. എൻ്റെ ഒരു ദിവസത്തെ ജോലിയാണ് ഈ കാട് ചെത്തൽ. രാവിലെ ഇറങ്ങിയതാണ് ഞാൻ. വെയിൽ മൂത്തിട്ട് പോലും ഞാൻ ചെത്തി തീർന്നിട്ടില്ല. കാരണം എനിക്കത് അറിയുന്ന കാര്യമല്ല. പിന്നെ എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിൽ ഞാൻ ചെത്തുവാണ് കേട്ടോ. ഒരുവിധം വൃത്തിക്ക് തന്നെ ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ചെത്താൻ പറ്റാത്തതൊക്കെ കൈ കൊണ്ട് പുഴുതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ വെയിൽ, ഒന്നാമത്തെ കാര്യം ഈ വെയിലാണ് നമ്മളെ തളർത്തുന്നത്. ഈ നമ്മാട്ടി കൊണ്ട് ചെത്തലും അതുകൂടെ വെയിലും കൂടെ ആകുമ്പം നമ്മൾ ആകെപ്പാടെ തളർന്നു പോകും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എത്ര നേരം ഇരുന്ന് എന്ന് എനിക്ക് എണ്ണം ഞാൻ എടുത്തിട്ടില്ല. കാരണം അത്രയും നേരം ഞാൻ ഇരുന്നിട്ടുണ്ട്. കുറച്ച് ചെത്തും, വാരിക്കൊണ്ട് കളയും, ഇരിക്കും. വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും എണീക്കും, വീണ്ടും ചെത്തും, വീണ്ടും വാരിക്കൊണ്ട് കളയും, വീണ്ടും ഇരിക്കും. അങ്ങനൊരു എണ്ണമില്ല, അത്രയ്ക്ക് ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇരുന്നിരുന്ന് എന്തായാലും വൈകുന്നേരം വരെ ആക്കിയിട്ടുണ്ട്. ഒരു ദിവസത്തെ ജോലിയാണ് എനിക്ക് ഈ ചെത്തൽ കേട്ടോ. പിന്നെ നമ്മുടെ ഈ വാഴയ്ക്ക് ഈ കളയും കൂടെ ചെത്തിക്കളഞ്ഞാൽ നമ്മുടെ വാഴ നല്ലോണം കീറി വരും. നല്ല കൊല കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇല എടുക്കാമല്ലോ. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെത്തുന്നുണ്ട് കേട്ടോ. വൃത്തിയായോ എന്ന് ചോദിച്ചാൽ ഒരുവിധം വൃത്തിയായെന്ന് പറയാം. പിന്നെ അമ്മമ്മോളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വെള്ളം വേണോ, എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ കിടന്ന കാച്ചിൽ വള്ളിയിലെ കിഴങ്ങുകളൊക്കെ നുള്ളി പറിച്ച് അവൾക്ക് കളിക്കാൻ വേണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടേ. നമുക്ക് തീരാറായി കേട്ടോ. ഒരു ദിവസം കൊണ്ട് തീരുമോയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ കരുതിയത് പകുതി ചെത്തിയിട്ട് പകുതി നാളെ ചെത്താമെന്നാണ്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഞാൻ ചെത്തി തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ തീർത്ത്. ഇത്രയും കൂടെ വാരിക്കൊണ്ട് കളഞ്ഞ് അതുകൊണ്ട് ആ ഒരു സ്വല്പം കിടക്കുന്ന അത്രയും ഇച്ചിരിയും കൂടെ ചെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജോലി കഴിഞ്ഞ് കേട്ടോ. ഒരു ദിവസത്തെ പണിയാണിത്, അത് ഓർക്കണം. അറിയുന്നവർക്കാണെങ്കിൽ ഒരമണിക്കൂറൊക്കെ മതിയാവും ഇത്രയും ചെത്തിയെടുക്കാൻ. പക്ഷേ എനിക്കത് ഒരു ദിവസത്തെ ജോലിയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നറിയാമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ഇട്ടേരെ.